ശതാവരി മാക്സ്. ധാരാളം ശതാവരി മാക്സിനെ കുറിച്ച് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ശതാവരി മാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്. നേരത്തെ പറഞ്ഞത് ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും, കാരണം വുമൻസ് ഹെൽത്തുമായി ബന്ധപ്പെട്ടായതുകൊണ്ട്. 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മഹാഭൂരിപക്ഷം പേർക്ക് കാണുന്ന ഒരു ജീവിത ശൈലി രോഗമാണ് ഇന്ന് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇന്ന് 100-ല് ഏതാണ്ട് 80 മുതൽ 90% സ്ത്രീകളിലും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിലും കണ്ടുവരുന്നു. അതെന്താണ്? ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി അതിന് വേഗത കൂട്ടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണെങ്കിൽ പോലും ഇഷ്യൂകൾ വരാറുണ്ട്. അവരുടെ ഭക്ഷണ രീതി അതിന് വേഗത കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്? കൃത്യമായ സമയത്ത് പീരീഡ്സ് ആവാതിരിക്കുക. വർഷത്തിൽ 1-2 വരുന്ന പീരീഡ്സ് ആവുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഥവാ ഇനി പീരീഡ്സ് ആവുന്ന സമയത്ത് ബ്ലഡ് ചെറിയ രീതിയിലോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥ വരുന്നു. ചിലപ്പോൾ അമിതമായിട്ട് ഓവർഫ്ലോ ആവുന്നു. ഇങ്ങനെ ഉണ്ടാവുന്നതൊക്കെ PCODക്ക് കാരണമാണ്. ചില ആളുകൾക്ക് രക്തം നിൽക്കാത്ത അവസ്ഥകൾ വരിക, ഇടവിട്ട് പീരീഡ്സ് ആയത് അതിന്റെ സൈക്കിൾ കഴിഞ്ഞ ശേഷവും വീണ്ടും സെക്കൻഡ് സ്റ്റേജിലേക്ക് 15-20 ദിവസം കഴിയുമ്പോൾ ഇടവേളകളിൽ വീണ്ടും വരിക. അതുപോലെ തന്നെ തുടകൾ, അടിവയർ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ട്, അരക്കെട്ടിലൊക്കെ നീർക്കെട്ടുകൾ, അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്ന, ശരീരഘടന മാറുന്ന അവസ്ഥ വരിക, ഹോർമോൺ ഇംബാലൻസുകൾ വരിക, ശരീരത്തിന്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ താടി, മീശ, ശരീരത്തിലെ കൈകാലുകളിലൊക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച, ഇവരൊക്കെ, അതുപോലെ കഴുത്തും കൈമുട്ടുകൾ, ഇതെല്ലാം ലക്ഷണങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷണങ്ങളാണ്. കഴുത്ത്, കൈമുട്ടിന്റെ അടിഭാഗങ്ങളിലൊക്കെ കറുപ്പ് കൂടുതലായിട്ട് വരിക, മുടി കൊഴിച്ചിലുകൾ വരിക, തൈറോയിഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, വിവാഹിതരാണെങ്കിൽ ഗർഭധാരണം വൈകുക, ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഭ്രൂണം അല്ലെങ്കിൽ ആ കുഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാതാവുന്നു പറഞ്ഞ് ഡോക്ടർ പറയും DNC ചെയ്യൂ, ഈ കുഞ്ഞിന് ആരോഗ്യം അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കുറവാണ്, നമുക്ക് ലഭിക്കുന്ന കുഞ്ഞിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുഞ്ഞായിരിക്കില്ല എന്ന് പറയുക. അതുപോലെ തന്നെ വന്ധ്യത, കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. ഇനി പ്രസവ ശേഷമാണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അമ്മയുടെ മാതൃത്വം, മുലപ്പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ദാമ്പത്യ ജീവിതം അല്ലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കളർഫുൾ ലൈഫ്, അവിടെ നമുക്ക് വിരക്തി വരിക. അതുപോലെ തന്നെ മെനോപോസിന്റെ അവസാന ഘട്ടങ്ങളിൽ കടുത്ത മാനസിക പിരിമുറുക്കങ്ങളിൽ എത്തുക. സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജന്റെ വ്യതിയാനം നിരന്തരം വരുന്നത് വഴി, ധാരാളം സ്ട്രെസ് ഹോർമോൺ വരുന്നത് വഴി ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് അവർ മാറുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഭക്ഷണത്തോട് വിരക്തി വരിക, ഛർദി, ഓക്കാനം പോലുള്ളത് വരിക. അങ്ങനെ ധാരാളം ഹെൽത്ത് ചലഞ്ചസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇത്രയും എന്തെങ്കിലുമൊക്കെ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ, മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2ാമത്തെ പ്രോഡക്റ്റ് ആണ് ശതാവരി മാക്സ്. അപ്പൊ അതിന് ഒരു സൊല്യൂഷനാണ് അല്ലേ? നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ വേണ്ടേ? നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് വെസ്റ്റീജിന്റെ ശതാവരി മാക്സ്. ശതാവരി മാക്സിൽ ശതാവരി കിഴങ്ങ്, പണ്ട് അമ്മൂമ്മമാരൊക്കെ, പണ്ടുള്ള പേരക്കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ശതാവരി കിഴങ്ങൊക്കെ കുറുക്കി അതിനെ വേണ്ട സമയത്തൊക്കെ കൃത്യമായ ഇടവേള കൊടുത്തിരുന്നു. ഇന്ന് നമുക്ക് അമ്മൂമ്മമാരും കുറവാണ്, അല്ലെങ്കിൽ ശതാവരി കിഴങ്ങ് നമുക്കില്ല. നമ്മൾ നമ്മുടെ സാധാരണ രീതിയിൽ പോകുന്നു. ഒറ്റമൂലികളുടെ ഒരു രാജ്ഞിയായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രിയപ്പെട്ട തോഴിയുമായിട്ടാണ് പണ്ട് കാലത്തെ എല്ലാ ആയുർവേദ ബുക്കുകളിലും ശതാവരി കിഴങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മുടെ കമ്പനി വെസ്റ്റീജ് ശതാവരി കിഴങ്ങ് അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റിയില് ഒരു സ്ത്രീ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ശതാവരി കിഴങ്ങ് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. എന്താണ് ശതാവരി കിഴങ്ങിന്റെ ഗുണം? അതെന്താ വെച്ചാൽ സ്ത്രീ ശരീരത്തെ തണുപ്പിക്കുക. നിരവധി ക്ലാസ്സുകളിൽ പല ലീഡേഴ്സും പറഞ്ഞതാണ്. എങ്കിലും സ്ത്രീ ശരീരത്തെ തണുപ്പിക്കുന്നു, അല്ലെങ്കിൽ ശീതബീജം എന്നാണ് പറയുന്നത്. അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ചൂട് അമിതമാവുന്ന, പ്രത്യേകിച്ച് യൂട്രസ് ചൂടാവുന്ന അവസ്ഥ, ഇനി അതുപോലെ തന്നെ അണ്ടർ ആംസിന്റെ ഭാഗങ്ങളിലേക്ക് വേർപ്പ് നിൽക്കുക, ഇത് ശരീരം അമിതമായി ചൂടാവുന്നതുകൊണ്ടാണ്.
ഈ ചൂട് കുറയ്ക്കാൻ, സ്ത്രീ ശരീരത്തെ തണുപ്പിക്കാൻ ശതാവരി കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്ത്രീ ഹോർമോണുകളുടെ ഉൽപാദനം. നമ്മുടെ ഈസ്ട്രജൻ പോലെ തന്നെ, പ്രഗ്നൻസി പോലെ തന്നെ, പീരീഡ്സ് കറക്റ്റ് ആക്കുന്ന എല്ലാത്തിനും ഹോർമോണുകളുടെ ഉൽപാദനം, പ്രൊഡക്ഷൻ, അതിന്റെ പ്രവർത്തനം, അതിനെ ബാലൻസ് ചെയ്യാൻ, ഓർത്ത് വെച്ചോളൂ, ബാലൻസ് ചെയ്യാൻ ഞാൻ എടുത്തു പറയുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. ഇനി പലപ്പോഴും പറയാറുണ്ട് ദഹന പ്രക്രിയ ക്രമീകരിക്കാൻ ശതാവരി കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യുൽപാദന പ്രക്രിയ പരിപോഷിപ്പിക്കാൻ ശതാവരി കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ വരുന്നുണ്ട്. ജസ്റ്റ് ഇനി അടുത്തതാണ് ഇതിൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് അശോക. നമ്മുടെ എല്ലാ ആളുകൾക്കും അറിയാം, അശോക പണ്ട് കാലത്ത് വയറുവേദനയ്ക്ക് കൊടുക്കുന്ന ഒറ്റമൂലിയാണ് അശോക ചെടി. അതിന് വേറെ ഒരു ഇതുമില്ല. പീരീഡ്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ വയറുവേദനകൾക്കും ഒറ്റ പരിഹാരമുള്ളൂ, അശോകം. അതുകൂടാതെ തന്നെ പീരീഡ്സ് കൃത്യ സമയത്ത് നടക്കാൻ, ആ സൈക്കിൾ കറക്റ്റ് ആക്കാൻ അശോകത്തിന് സഹായിക്കുന്നു. മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ രണ്ടാമത്തെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആണ് അശോക. ഇനി ഗർഭപാത്രത്തിന്റെ ആരോഗ്യം. ഓരോ പ്രിയപ്പെട്ട സഹോദരിമാരുടെയും ഗർഭപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. മാതൃത്വത്തിന് ശേഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിലനിർത്താൻ, അതിന്റെ ആരോഗ്യം നല്ലപോലെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പണ്ടുള്ള ഒരു അശോകം കൊടുത്തിരുന്നു. ഇന്ന് അശോകമില്ല. നമ്മുടെ മുന്നിൽ വെസ്റ്റീജ് ശതാവരി മാക്സിൽ അശോകം ഉണ്ട്. ഇനി ആ അശോകത്തിന്റെ അടുത്ത ഗുണം, പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള രക്തം ഒഴുക്ക്, ഫ്ലോ കുറയ്ക്കാൻ അശോകം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് ഡീപ്പായിട്ട് വരുന്നുണ്ട്, സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്ത മൂന്നാമത്തെ ഇതിൽ ഇൻഗ്രീഡിയൻസ്, ശതാവരി മാക്സിന്റെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇത് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാന ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജനെ ഉൽപാദനവും പ്രവർത്തനവും ആക്ടിവേഷനും ഒക്കെ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു. ഇനി പീരീഡ്സിന്റെ അവസാന കാലഘട്ടത്തിൽ, മെനോപോസിന്റെ അവസാന കാലഘട്ടത്തെ പിരിമുറുക്കം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. 1 വീതം 3 നേരം നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെയാണ് അത് കഴിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാണ്. ഇനി ഓരോന്നും, ഓക്കെ, സമയമുണ്ടോ? ഉണ്ടല്ലേ? ശതാവരിയുടെ ഓരോ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഇടാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസിനെയൊക്കെ കറക്ഷൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മുടെ യൂട്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും, സ്ട്രെങ്ത്, ഫീമെയിൽസ് ഓർഗൻസ് അല്ലെ, സ്ത്രീ ശരീരം വളരെ സോഫ്റ്റ് ആണ്. അതിന്റെ ഓർഗൻസുകളെ പലതും, റീപ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അതെല്ലാം അതിന്റെ സപ്പോർട്ട് കൊടുക്കാൻ ഈ പറയുന്ന ശതാവരി, ഈ ഒരു കോമ്പിനേഷനിലെ മൂന്നും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, നമ്മുടെ മൂഡുകൾ മാറുന്നത്, പീരീഡ് സമയത്തുണ്ടാവുന്ന മൂഡ് സ്വിങ്ങുകളെ മാറ്റാൻ, അതുപോലെ തന്നെ ബ്ലോട്ടിങ്, അമിതമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒഴിവാക്കാൻ നമുക്ക്, അതുപോലെ തന്നെ ഇംപ്രൂവ് എക്വാളിറ്റി. ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് കുഞ്ഞുങ്ങളാവണമെങ്കിൽ എക്വാളിറ്റി ഉണ്ടാവണം അല്ലെ? ആ എക്വാളിറ്റി കൂട്ടാൻ എന്താണ് ശതാവരി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ലൂബ്രിക്കേഷൻ, അത് നിങ്ങൾ ഗസ് ചെയ്തോളൂ, ഞാൻ അതിനെ ഡീപ്പാക്കാൻ പോണില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നാച്ചുറൽ ലൂബ്രിക്കേഷൻ അത് പ്രോപ്പർ ആക്കാൻ ശതാവരി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റൽ ആയിട്ടുള്ള ഡ്രൈനെസ്, വരണ്ട് പോകുന്ന അവസ്ഥ, സ്വകാര്യ ഭാഗങ്ങളിലെ വരണ്ട് പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കംഫർട്ട്, അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോളൂ. കംഫർട്ട് ആവാൻ നമ്മളെ ശതാവരി സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 30 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായിട്ടും, എനിക്ക് കറക്റ്റ് ആണ്, എനിക്ക് മസിൽ ക്രാംസ് ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും, മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, എല്ലാം വന്ന ശേഷമല്ല, ഇവിടെ നമ്മൾ എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, നിങ്ങളുടെ പണ്ട് ഒരു എക്സ് എന്നൊരു ബ്രാൻഡിന്റെ ഒരു പരസ്യമുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവർ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയോ സഹോദരിയോ ഭാര്യയോ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശതാവരി മാക്സ് അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആവുക, അല്ലെങ്കിൽ ഇത് അവരുടെ സംരക്ഷണത്തിന്
30 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങുക. ഇറഗുലർ ആയിട്ടുള്ള ഈ സൈക്കിൾസിലേക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ നന്നാക്കാൻ പറ്റും. ധാരാളം പേർക്ക് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് അത് ക്ലിയർ ചെയ്യാൻ, അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശതാവരി മാക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആ ഏരിയയിൽ ഉണ്ടാവുന്ന മസിൽസുകളെ ശക്തമാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. വീണ്ടും അമ്മയാവാനുള്ള ഗെയിം ലക്ഷ്യം അല്ലെ, അത് കൂട്ടാൻ, ആ സ്ട്രെങ്ത് കൂട്ടാൻ ശതാവരി സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടത് എന്താണ്? അമ്മയുടെ പാല്. അത് ശരിയായ രീതിയിൽ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഉമ്മയൂട്ടുന്ന അമ്മമാർക്കൊക്കെ സഹായം കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാവുന്ന സമയത്തുണ്ടാകുന്ന സ്ട്രെസ് ഇല്ലേ, ആ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. കുഞ്ഞുങ്ങളാവാൻ പോകുന്നു, അതിന്റെ ഒരു മാനസിക പിരിമുറുക്കുണ്ടാവും. അത്തരം ഡിപ്രഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള നല്ല ഡെലിവറിക്ക് ശതാവരി മാക്സ്, നേരത്തെ പറഞ്ഞ അയൺ ഫോളിക്കുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും ബോൺസ് പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന അവരുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നത്. രണ്ടും കോമ്പിനേറ്റ് ചെയ്യാൻ പോണേ. ഫോളിക് ആസിഡ് പ്ലസും ശതാവരിയും കൂടി മിക്സ് ചെയ്യാൻ പോണേ, സമയം കുറഞ്ഞതുകൊണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഹെയർ ഫോളുകൾ ഇല്ലാതാക്കാൻ പറ്റുന്നു, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നു, ഹീറ്റ് ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു, നമ്മുടെ കൂളാക്കുന്നു, സിസ്റ്റത്തെ നാച്ചുറൽ, നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തെ നാച്ചുറൽ ആക്കാൻ പറ്റും. കല്യാണത്തിന് ശേഷം പലർക്കും ഹോർമോൺ ഇംബാലൻസ് വരുന്നുണ്ട്. അത് കൂളാക്കി നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി അല്ലെങ്കിൽ ഒരു സ്ത്രീയാക്കി ഒരു സഹോദരിയായിട്ട് മാറ്റാൻ അവരെ തയ്യാറാക്കാൻ ശതാവരി മാക്സ് സഹായിക്കും. ഒപ്പം അസിഡിറ്റി കുറയ്ക്കാൻ, ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സഹായിക്കാൻ. പലരും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട്. അവിടെ ഒക്കെ നമുക്കൊരു കറക്ഷൻ ഫാക്ടർ ആയിട്ട് ഇത് മാത്രം പോരാ, ഫൈബറൊക്കെ നമുക്ക് വേണം. ധാരാളം മറ്റു പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, എങ്കിലും അലോവേര കഴിക്കണം, അതെല്ലാം നമ്മൾ കഴിക്കുന്നവരാണ്. എങ്കിലും ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ന്യൂട്രിയൻ അബ്സോർഷൻ, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. കാം ആയിട്ടുള്ള മൈൻഡ് ശതാവരി മാക്സ് കഴിക്കുന്നത് വഴി കിട്ടുന്നുണ്ട്. സ്ട്രെസ് കുറയ്ക്കുക, ഡിപ്രഷൻ കുറയ്ക്കുക, സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടുക, ഫോക്കസ്, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഫോക്കസ് കൂട്ടുക. യൂറിനറി സപ്പോർട്ട്, ഞാൻ 2 മാസം മുമ്പ് ക്രാൻബറി എന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. യൂറിനറി സിസ്റ്റത്തെ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ക്രാൻബറിയും കൂടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കിഡ്നി ഹെൽത്തും അതുപോലെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്ന സഹായിക്കാനൊക്കെ, അതുപോലെ കാൽഷ്യത്തെ അബ്സോർവ് ചെയ്യാനും, ഫ്ലെക്സിബിലിറ്റി, ശരീരം ഒരു ഫ്ലെക്സിബിൾ മോഡിലേക്ക് മസിലിനെ സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ ഈ 2 പ്രോഡക്റ്റിന്റെയും കോമ്പിനേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ തൈറോയിഡിനെ ബാലൻസ് ചെയ്യാൻ ധാരാളം ഇനിയുണ്ട് കേട്ടോ. മുടിയുടെ തിക്നെസ്, പലരും പറയാറുണ്ട് എന്റെ മുടിയൊക്കെ തിക്നെസ് പോയി, ഇപ്പൊ ഒന്നുമില്ല, കുറ്റിച്ചൂല് പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ മാറ്റി നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള മുടി ആക്കണമെങ്കിൽ, പ്രത്യേകിച്ച് മെനോപോസിന്റെ അവസാനങ്ങൾ 40 വയസ്സ് 45 വയസ്സൊക്കെ എത്തുമ്പോ അങ്ങനെ വരുമ്പോ ധാരാളം മുടി ഊർന്നു പോകും. മുടി ഊർന്നു പോയിട്ട് ഇതൊന്നും ചെയ്യണ്ട, ഇപ്പോഴേ തുടങ്ങാം. 30+ മുതൽക്ക് എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ലോങ് ടേമിൽ നമുക്കൊരു വൈറ്റാലിറ്റി, നമ്മുടെ ശരീരത്തില് വൈറ്റാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശതാവരി മാക്സ് നമ്മള് ശീലമാക്കുക. അശ്വരോഗം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആണോ? ഇതുവരെയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം.